സാക്ഷി. നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആർ സുപ്രഭ, വിനോ വാഴക്കൽ, മോളി ജോർജ്. ഇന്നിവിടെ പരാതിക്കാരനായിട്ട് എത്തിയിരിക്കുന്നത് രമേശ്, തൃശ്ശൂർ ചേലക്കര നിന്നാണ്. ആ രമേശാണ് പരാതിക്കാരൻ. എന്താണ് രമേശിന്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം കുറച്ച് വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാനൊരു സൈക്കാട്രി പേഷ്യൻ്റാണ്. 10 വർഷമായിട്ട് ചികിത്സിക്കണം. സംശയരോഗമാണെന്ന് പറയണു. സംശയരോഗമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇപ്പോൾ അവസാനം പറഞ്ഞത് തലച്ചോറ് കംപ്ലൈന്റ് ആണെന്ന്. തലച്ചോറിൽ കംപ്ലൈന്റ് ആണ്. രമേശിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെ അച്ഛൻ, അമ്മ? എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മയുണ്ട്, പിന്നെ ഭാര്യ, മക്കള്, അനിയൻ ഒരാള് ഗൾഫിലാണ്. രമേശ് അനിയനേ ഉള്ളൂ, പെങ്ങന്മാരും ഇല്ല? ഇല്ല. അപ്പൊ അനിയൻ ഗൾഫിലാണ്. രമേശ് വിവാഹം കഴിഞ്ഞ എവിടെ താമസം? ഇപ്പൊ 5 മാസമായിട്ട് ഭാര്യയുടെ കൂടെയാണ്. ഭാര്യ പണിക്ക് പോയിരിക്കുകയാണ്. പിണങ്ങി പോയിരിക്കുക. എവിടെ അവരുടെ വീട്? അവരുടെ വീട് ആലത്തൂര്, പാലക്കാട്. അപ്പൊ അവിടെ രമേശ് ഇപ്പൊ താമസിക്കുന്നു? അവിടെ താമസിക്കുന്നു. ഇപ്പൊ എന്റെ ആവശ്യം ഇതാണ്. ഞാൻ ഒരു കൗൺസിലിംഗ് വേണ്ടിയിട്ടാണ്. ഞാനൊരു സൈക്കാട്രി പേഷ്യന്റ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അവര് നമ്മളെ അംഗീകരിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായി. ഈ 10 വർഷമാണോ ഈ ചികിത്സ വേണ്ടി വന്നത്? അതിന് മുമ്പ്? അല്ല, 10 വർഷം കല്യാണത്തിന് ശേഷമാണ് ചികിത്സിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഒരു ഡോക്ടേഴ്സും നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സംശയരോഗാന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. അവരാരും പറഞ്ഞില്ല? ഡോക്ടർമാർ ഇല്ല. എന്റെ അടുത്ത് പറഞ്ഞ ഏകദേശം ഒരു 3-3.5 വർഷം മുമ്പാണ് സംശയരോഗാണെന്ന് പറഞ്ഞത്. സംശയരോഗാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള തെളിവുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ആരോടാ സംശയം? സംശയം അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സംശയരോഗാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിനക്ക് ഭയങ്കര സംശയരോഗമാണ്, നീ കുറെ വർഷമായിട്ട് ഇവിടെ ചികിത്സിക്കാനാണ് എന്ന് ഒരു മയമില്ലാത്തൊരു മറുപടിയാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ രമേശ് എവിടെ പഠിച്ച? തൃശ്ശൂർ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് വരെ. പഠിത്തം കഴിഞ്ഞ് ജോലി എന്തായിരുന്നു? ഞാൻ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നു. ഇപ്പോ അല്ല, പഠിത്തം കഴിഞ്ഞ് നമ്മുടെ പരമ്പരാഗത തൊഴിലായിട്ടുള്ള ചെരുപ്പ് പണിയാണ് ചെയ്തോണ്ടിരുന്നത്. കടയൊക്കെ ഉണ്ടോ? കടയുണ്ട്. തൃശ്ശൂർ തന്നെ? തൃശ്ശൂർ ചേലക്കര. അപ്പം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമോ പ്രശ്നമോ തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നില്ല? അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനത്തൊക്കെ സംശയങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഈ കല്യാണം അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച കല്യാണം ബന്ധുക്കൾ വഴിയോ അതോ ബ്രോക്കർ വഴി? എന്റെ അമ്മയും എന്റെ അമ്മയുടെ അനിയത്തി സഹോദരിയും കൂടി ആലോചിച്ച് ഉറപ്പിച്ചതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിച്ചു? തീർച്ചയായിട്ടും. എന്റെ അമ്മയെ അവര് ബന്ധുക്കളെല്ലാരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനും ഇഷ്ടപ്പെട്ടു. കാണാനും ഭംഗിയുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ എങ്ങനെയാ? കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം വലിയൊരു വിഷയമായിരുന്നു. ഇപ്പോഴും വിഷയമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള കണ്ടെത്തലുകൾ. അപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ. അപ്പോൾ ഞാൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എന്നെ ഇത്രയധികം ചികിത്സിക്കണം എന്തിനാ, എൻ്റെ അസുഖം എന്താണ്, നിർത്തിക്കൂടെ? അപ്പോൾ ഡോക്ടറിന് വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ കുറെ വർഷം അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടേയിരുന്നു. ടെൻഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? ഇല്ല, എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഉറക്കത്തിന്റെ പേരിൽ മാത്രം ഉള്ള ട്രീറ്റ്മെന്റ് അത്രേ ഉള്ളൂ. അതിങ്ങനെ ഒരുപാട് നീണ്ടപ്പോൾ ഞാൻ പല പ്രാവശ്യം ചോദിച്ചാണ് എന്തിനാ അത്ര അധികം. അപ്പോൾ വീട്ടിലെ അമ്മയും പറഞ്ഞു അത് അങ്ങനെ നിർത്തണ്ട, നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് അമ്മ പറഞ്ഞു. അപ്പൊ ഞാനും കുറെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ദാമ്പത്യ വിഷയങ്ങൾ കുറേശ്ശെ ഒരു എന്തായാലും കുറെ കഴിയുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. എന്തിനെ പറ്റിയാ പൊതുവെ? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണോ ഇഷ്യൂ? ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, കാശില്ലാത്തതുകൊണ്ട്. അതിന്റെ പേരിലുള്ള ടെൻഷൻ. അപ്പൊ ഡോക്ടർ പിന്നെ ട്രീറ്റ് ചെയ്തപ്പോ എന്ത് പറഞ്ഞു? ഇതിപ്പം ഈ ഉറക്കം ആ ഒരു ട്രീറ്റ്മെന്റ് ഇനി തുടർന്ന് കൊണ്ടുപോകണം? അല്ല, അത് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് നിർത്തുന്നില്ല. ട്രീറ്റ്മെന്റ് നിൽക്കുന്നില്ല. ഇത് തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ വീട്ടുകാർക്കെല്ലാം അറിയാം, അവരും ഇത് നിർത്തണ്ടെന്ന് പറയുന്നു? അവര് നിർത്തണ്ടെന്ന് പറയുന്നു. ശരി. എന്നിട്ട് സംശയരോഗാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എന്റെ മനസ്സിൽ എന്തെല്ലാം സംശയങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ എന്റേതായ രീതിയിൽ വെരിഫൈ ചെയ്തു. അത് ഒരുപാടുണ്ട്, ഞാൻ പറയുന്നില്ല. അല്ല, എന്താ നമുക്ക് അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താ സംശയങ്ങള്? പറഞ്ഞോളൂ, കുഴപ്പമില്ല. കാരണം അപ്പോഴല്ലേ നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ.
അത് അങ്ങനെ പറഞ്ഞു തരാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കത് മുഴുവൻ പറയാൻ കഴിയുന്നു ഞാൻ മുഴുവൻ പ്രതീക്ഷിക്കില്ല. പറയണ്ട. എന്താണ്, ആരോടാ സംശയം, എന്തിന്റെ പേരിലാ സംശയം? ആദ്യം ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ അമ്മയുടെ ജോലി എന്ത് എന്നുള്ളതാണ്. അവരുടെ ജോലി എന്താണെന്നുള്ളത്. ഓ, അവരെന്താ ഇപ്പൊ ജോലിക്ക് പോകുന്നേ? അവര് ആയുർവേദ നഴ്സ് എന്നാണ് പറയണത്. ആയുർവേദ നഴ്സ് എന്ന് പറയുന്നു. അവര് അവിടെ അടുത്ത ഏതെങ്കിലും സ്ഥാപനത്തിലായിരിക്കുമല്ലോ ആയുർവേദ. ഒരു ജോലിക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എവിടെ പോകുന്ന ഈ ആയുർവേദ നഴ്സായിട്ട് പോകുന്നുണ്ട്? അവര് കോട്ടയ്ക്കലോ മറ്റോ ആണെന്ന് പറയുന്നു. മറ്റോ ആണെന്ന് പറയുന്നു. കോട്ടയ്ക്കലാണെന്ന് പറയുന്നു. അപ്പൊ കോട്ടയ്ക്കലല്ല, മറ്റെവിടെയോ ആയിരിക്കും. ഏതോ ജോലിയാണെന്ന് ഒരു സംശയം രമേശിന്. അങ്ങനെ ചിന്തിക്കാം, സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ ആയിരിക്കത്തില്ല, അവര് ചുമ്മാ പറയുന്നതാ വേറെന്തോ ജോലിക്ക് അവര് പോകുന്നല്ലോ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സംശയം. അത് അവരോട് പറഞ്ഞായിരുന്നോ? കറക്റ്റ് പറയുകയാണെങ്കിൽ 2 വർഷമായിട്ട് ഞങ്ങള് അകന്നാണ് താമസിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് കുട്ടികളുടെ വിഷയം വന്നപ്പോഴാണ്, കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഏകദേശം 5 മാസമായിട്ടാണ് ഞാനിപ്പോ ഭാര്യയുടെ അവര് വീട്ടിൽ ചെന്ന് താമസിക്കാം. അവരുടെ വീട്ടില് ഈ അമ്മ നുണ പറയുന്ന സംശയം തോന്നാൻ കാരണം, പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ആ സമയത്ത് വന്നാലും വീട്ടിൽ വരാറുണ്ട്, എന്റെ വീട്ടിൽ വരാറുണ്ട്. ആ സമയത്തായാലും ഒരുപാട് ഫോൺ കോളുകളാണ് അവർക്ക്. ഓ, അവര് ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീയാണോ? ചെറുപ്പം തന്നെ. അതെ അല്ലേ? എന്റെ കയ്യിലൊരു ചൈന ഫോൺ ഉണ്ടായിരുന്നു. ഇത് ഈ സാധനം ഓട്ടോ കോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലായി. ഓട്ടോ കോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും? അവരുടെ ഫോൺ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും? ഫോണല്ല, അവര് സിം അഴിച്ച് എന്റെ ഫോണിലിട്ട് എന്നിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്ത്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓ, അതിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംശയം ഉണ്ടായി? സംശയമല്ല, ഉറപ്പായി. ശരി. എന്നിട്ട് അത് ഭാര്യയോട് പറഞ്ഞായിരുന്നു? അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രല്ല, അയാളത് നിഷേധിച്ചു. അങ്ങനെയൊന്നും അല്ല എന്ന്. അത് ശരി. അപ്പൊ അത് നിങ്ങൾ കേൾപ്പിച്ചായിരുന്നോ? ഈ കോളൊക്കെ ഭാര്യയെ കേൾപ്പിച്ചായിരുന്നോ? എന്നിട്ടും അവർക്ക് അത് വിശ്വാസമല്ല. ഓ, പിന്നെ എന്താ ഉണ്ടായേ? അയാളുടെ അനിയത്തിനെ ഒരാളിനെ ഒരിക്കൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം കൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. പോലീസ് പിടിച്ചിട്ട്. എന്തിനാ പോലീസ് പിടിച്ചേ? പോലീസ് ബൈക്കിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ബൈക്കിൽ സഞ്ചരിച്ചാ പിടിക്കുവോ പോലീസ്? അങ്ങനെയാണ്. അതായത് എന്താ ഹെൽമെറ്റ് വെക്കാണ്ടോ അങ്ങനെ എന്തോ. ഹെൽമെറ്റ് വെക്കാതെ പോയോ? അതിന് പിടിച്ചു. അതിന് സ്റ്റേഷനിൽ കൊണ്ടുപോകുമോ അവരിങ്ങനെ? സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ആലത്തൂര് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് വിടിച്ചു. നിങ്ങളോട് എന്ത് കേസെന്നാ പറഞ്ഞത്? എന്തെങ്കിലും കേസ് പറയാതെ ചുമ്മാ പോയി ഇറക്കിക്കൊണ്ട് വരാനൊക്കത്തില്ലല്ലോ. കറക്റ്റ് ഓർക്കുന്നില്ല, കാരണം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് മാത്രമേ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ളൂ. അപ്പൊ ഇത് ഇതുമായിട്ട് ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്താ ഒരു പ്രശ്നം? ഇതിന്റെ പേര് പ്രശ്നമായോ? ഇതെല്ലാം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇയാൾ ഇതെല്ലാം നിഷേധിച്ചു. ഓ, ഈ രമേശിന്റെ അമ്മായിയമ്മ ആരുടെ കൂടെ താമസം? അവരുടെ വീട്ടിൽ തന്നെ. ഭാര്യയുടെ വീട്ടില്? നിങ്ങളുടെ വീട്ടിലല്ലല്ലോ? അല്ല. പിന്നെ അവരുടെ കാര്യത്തിൽ ഇത്ര ബോധർ ചെയ്യുന്ന എന്തിന്? ബോധർ ചെയ്യുന്നതല്ല, ഞാന് സംശയരോഗം എന്ന് പറഞ്ഞപ്പോ മനസ്സിലെ സംശയങ്ങളൊന്നും മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുന്ന എന്തിന്? ഇയാളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കാം. അവര് ദുർനടപ്പുണ്ടോ, വഴിവിട്ട് ജീവിതം ഉണ്ടോ? പറഞ്ഞു വരുന്നു. അത് ഭാര്യയുടെ അമ്മയുടെ ഒരു ഫോൺ കോളിനെ കുറിച്ച് അദ്ദേഹത്തിന് സംശയം. അമ്മയെ കുറിച്ച് സംശയിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഈ ഒരു സംഭവം ആയപ്പോ അവരുടെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംശയങ്ങൾ വന്നു തുടങ്ങി അല്ലേ? ഓഹോ. ഇത് എല്ലാം നിഷേധിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭാര്യയുടെ സംശയം തോന്നിയത്. ഓ, ഇവരിത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, നിഷേധിക്കുന്നു. അപ്പം അവരത് അംഗീകരിക്കുന്ന സ്ത്രീയാണ് എന്നൊരു തോന്നലുണ്ടായി. ഈ സമയത്ത് തന്നെ ഞാൻ ഒരു സിം ആക്ടിവേഷനിൽ ഒരു സിസ്റ്റം മേടിച്ചു. കാരണം അങ്ങനെ സംശയം തോന്നിയാ അത് വെരിഫൈ ചെയ്യണമല്ലോ. അപ്പൊ അതിൽ കേട്ട റെക്കോർഡിങ് ആദ്യത്തെ ഒരു ദിവസം 1-2 ദിവസം ഒന്നും എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം നിങ്ങള് ജഡ്ജിമാര് കേട്ടിട്ട് എൻ്റെ ആവശ്യം എൻ്റെ ഭാര്യനെ കൗൺസിലിംഗ് ചെയ്യലാണ്. അത് കേട്ടിട്ട് അതിനുള്ള തീരുമാനം ചെയ്ത് അത്ര ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, അത് കേട്ടിട്ട് എന്താ പ്രതീക്ഷിക്കുന്നത് രമേശ്? അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഓഡിയോ, അതൊരു ഓഡിയോ റെക്കോർഡിംഗ് ആണ്. എന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം. അത് കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം. അത്രേ ആവശ്യമുള്ളൂ. ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്നതിനോട് താല്പര്യം കൂടുതലുണ്ടോ രമേശിന്? ആദ്യം മറ്റേ അവരുടെ സിം എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ഇല്ല, അത് സംശയരോഗം ഡോക്ടർ അത്രയും തർപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അത്രയൊന്നും ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോ അവരെന്ത് ജോലിക്ക് പോയാലും എനിക്ക് വിഷയമൊന്നുമില്ല. ഇത് അറിഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ വന്ന് താമസിക്കും, നമുക്കൂടെ ഒരുമിച്ച് താമസിക്കാന്നാണ് പറഞ്ഞത്. അവരെ നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിപ്പോ ഈ ഒരു ജസ്റ്റ് ഒരു സംശയം, ഇവരുടെ അമ്മയുടെ ഈ ഫോൺ കോളിലുള്ള സംശയം, ഈ അനിയത്തിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞപ്പം ആ കുടുംബത്തിന് കുറച്ച് സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളവരാണോ എന്നുള്ളൊരു സംശയമാണ് ഭാര്യയുടെ ഫോൺ റെക്കോർഡ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ഫോണല്ല, ഒരു ഉപകരണം, സിം ആക്ടിവേഷൻ. ഉപകരണം. അത് എങ്ങനെയാ പ്രവർത്തിപ്പിക്കുന്നത്?
സിം തന്നെ. സിം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 സിമ്മുകൾ തമ്മിൽ പ്രവർത്തിപ്പിക്കാം. ഓ ഫോൺ വിളിക്കുന്ന മാതിരി. ഭാര്യയുമായിട്ട് പിന്നുള്ള യഥാർത്ഥ പ്രശ്നം എന്താ? ഇത് നിങ്ങൾ കേട്ടു, റെക്കോർഡ് ചെയ്തു, കേൾപ്പിച്ചു, അവരത് അംഗീകരിച്ചിട്ടില്ല. പിന്നെന്തായിരുന്നു? പിന്നെ ഞാൻ വിളിച്ചത് കൗൺസിലിംഗ് കൊണ്ടുപോകുന്നതാണ്. അവരെ കൗൺസിലിംഗിൽ കൊണ്ടുപോയോ? ഏതെങ്കിലും ഡോക്ടേഴ്സ്? ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി. ആരും വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നത് നിങ്ങൾ ഡൈവേഴ്സ് ചെയ്തോ എന്നുള്ളതാണ്. ആദ്യം പോയത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അത്താണിയിലാണ്. അത്താണിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആള് കുറെ കാശൊക്കെ മേടിച്ചു വെച്ച്. ആദ്യം അങ്ങേര് പറഞ്ഞ ആ വീടിന് ഭയങ്കര പ്രേതബാധയാണ്, അവിടെ താമസിക്കാനും കൊള്ളില്ല, അവിടെ നിന്ന് മാറി താമസിക്കണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടാവുമോന്ന്. ആ വീട് ദോഷമുണ്ട്, ആ വീടിന് ദോഷമുണ്ട്, അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറി താമസിക്കണം എന്നാണ്. എന്നിട്ട് അപ്പം അത് വിശ്വാസം വന്നില്ല രമേശിന്? ഇല്ല, ഞാനിപ്പോ ആരും വെല്ലുവിളിക്കാൻ തയ്യാറില്ലായിരുന്നു. ഞാൻ എന്തായാലും മാറി, എന്റെ തറവാട്ടില് കുറച്ച് അങ്ങോട്ട് മാറി. എന്നിട്ടും ഈ പ്രശ്നങ്ങൾ പിന്നെയും ഭാര്യയുടെ പെരുമാറ്റത്തിലൊക്കെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അയാള് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഞാൻ പോലീസിനെ വിളിക്കും, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെടുത്തും. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴായിരിക്കുമല്ലോ ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് തന്നെ നമുക്ക് കൗൺസിലിംഗ് പോകണം, നീ തിരുത്തണം എന്നുള്ളത് മാത്രമാണ്. എന്താ തിരുത്തേണ്ട? ഈ ആരെങ്കിലുമായിട്ട് ബന്ധം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് ആ റെക്കോർഡിംഗിൽ എനിക്ക് കേൾക്കുന്നത്. ആ ഒരു റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ തെളിവായിട്ട്, അല്ലാതെ തോന്നിയിട്ടില്ല. ആ ഒരു റെക്കോർഡിംഗ് വെച്ച് നിങ്ങൾ അവര് കുഴപ്പക്കാരിയാണ് എന്ന് പറയുമ്പോൾ അവര് പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. കൗൺസിലിങ്ങിന് പോവാന്ന് നിങ്ങൾ പറയും. കൊണ്ടുപോകാറുണ്ട്. ഇവിടെ തൃശ്ശൂർ ഭൂമികയില് ഇതുപോലെ കൗൺസിലിംഗ് ഉണ്ട്. അന്നേരം ഞാൻ മരുന്നൊക്കെ നിർത്തിയായിരുന്നു. മരുന്നൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നോർമൽ എല്ലാം ക്ലിയർ ആയിട്ടാണ്. അപ്പോൾ ഭൂമിയിൽ ചെന്ന് അവിടെ കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് അവര് എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. ഭൂമികന്ന് എന്റെ അമ്മേനെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവർ എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് 10 ദിവസം അവിടെ കിടത്തി തന്നെ. 1.5 മാസം തൊട്ട് രമേശ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അത് തൊട്ട് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പേ വരെ നോ പ്രോബ്ലം. നിങ്ങളുടെ ലൈഫ് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല. സംശയമാണെന്ന് പറയുന്ന കഴിഞ്ഞ 3 വർഷം മാത്രമാണ്. അത് മുതലാണ് പറയുന്നത്. എല്ലാ ഡോക്ടേഴ്സും അത് തന്നെ പറയുന്നു. മെന്റൽ ഹോസ്പിറ്റലിൽ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തലച്ചോറ് കംപ്ലൈന്റ് എന്നാ പറഞ്ഞു. ആ 7 വർഷത്തെ ജീവിതം വളരെ സന്തോഷമാണ്. മക്കള് 3 മക്കളായി. 3 മക്കള് അല്ലേ? അത് വളരെ ഹാപ്പി ലൈഫ്. ഈ ഒരു 3 വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. 29 സ്ഥലങ്ങളിൽ പരാതി കൊടുത്തായിട്ട് അദ്ദേഹം പറയുന്നത്. ഭാര്യയെ കുറിച്ച് അതിനുള്ള പ്രൂഫുകൾ അതിൽ കിട്ടിയിട്ടുള്ള സാറിന് കാണാം, പരാതിയിലുണ്ട്. പക്ഷെ നിങ്ങൾ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവര് പിണങ്ങി പോയിട്ടും നിങ്ങൾ 5 മാസമായിട്ട് അവരുടെ വീട്ടിൽ പോയി നിങ്ങൾ താമസിക്കുന്നു. അല്ലേ? നിങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന അവരെ കൗൺസിലിംഗ് നടത്തി അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും പ്രകടമായ ദൂഷ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ റെക്കോർഡിംഗ് വിടും അല്ലാതെ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഗുളികൾ എന്നെ എപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റി? അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റി? ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടല്ലോ. ശ്രദ്ധയോടെ അല്ല, കാരണം ഇങ്ങനെ ഒരു ഈ സൂത്രപ്പണിക്ക് വളരെ ശ്രദ്ധ വേണ്ടേ? സൂത്രപ്പണിക്ക് ശ്രദ്ധ ഒന്നും വേണ്ട. നമ്മൾ ദിവസം പേപ്പർ വായിക്കുന്നു, അതുപോലെ ചെയ്യുന്നു. അപ്പൊ കണ്ടപ്പോ ഇങ്ങനെ ഒരു ഉപകരണം കണ്ടു. അപ്പൊ നോക്കിയപ്പോ ഫോം വിളിച്ചു നോക്കി, എന്താ വില, എത്ര കാശ്, അതൊന്ന് പോയി മേടിച്ചു കൊടുന്നു. ഞാൻ ചോദിക്കട്ടെ രമേശ്, നമ്മൾ ചോദിക്കുന്ന ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു രീതിയിൽ ഈ ചോദ്യത്തിന് മറുപടി പറയണം രമേശ്. ഒരു സംശയം, ഇപ്പോൾ അമ്മയുടെ പേരിൽ അമ്മയുടെ ഫോൺ കോളിൽ വന്ന ഒരു സംശയം വെച്ചിട്ടും അവരുടെ അനിയത്തിയെ എന്തോ ഒരു കാര്യത്തിന് പോലീസ് ഒരു ബൈക്ക് ഓടിച്ച് പോയതിന്റെ ഒരു ചെറിയ എന്തോ ഒരു കേസ്, അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഭാര്യ അത് വെച്ച് സംശയിക്കാൻ നിങ്ങൾക്ക് തോന്നിയതിലൊരു ന്യായമുണ്ടോ? ന്യായം എന്ന് പറഞ്ഞാൽ അത് എല്ലാം ഡോക്ടറെ അടുത്ത് നിഷേധിച്ചപ്പോഴാണ് എനിക്ക് സംശയിക്കേണ്ടി വന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് ഡോക്ടറെ അടുത്ത് അയാൾ പറയാത്തതുകൊണ്ടാണ് എനിക്ക് അവിടെ സംശയിക്കേണ്ടി വന്നത്. രമേശ്, ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ? ജ്യോതിഷം എന്ന് പറയുമ്പോൾ നാള് നോക്കാറുണ്ട്, നാളിന് അമ്പലത്തിൽ പോകാറുണ്ട്, പിറന്നാൾ കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ. രമേശിന്റെ ഭാവിയെ കുറിച്ച് ജ്യോതിഷന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ ഭാവി എന്താണെന്ന് ജ്യോതിഷന്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചിട്ടില്ല. ഈ കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ചോ? കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് അങ്ങനൊന്നും ഓർക്കുന്നില്ല. ചില നക്ഷത്രങ്ങളെ വെച്ച് ചില ജ്യോത്സ്യന്മാർ പറയുമല്ലോ, ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന പെൺ സന്താനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആൺകുട്ടികൾ ആയിരിക്കും എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെ ഒരു ജ്യോത്സ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേണം, അങ്ങനെ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നു. ആൺകുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അത് എൻ്റെ 3ാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് പറഞ്ഞത്. അതിന് ശേഷം ആൺകുട്ടികളുണ്ടാവും. ഏകദേശം 2 മാസം 3 മാസം പ്രഗ്നൻസി ഉള്ളപ്പോഴാണ്
പോയായിരുന്നു. ആൺകുട്ടി ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. കുറവാണെന്ന്. മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയല്ലയോ? ആൺകുട്ടിയാണ്. അപ്പൊ അതിൽ വെച്ച സംശയം ഉണ്ടായോ? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ ജ്യോതിഷം പറഞ്ഞുകൊണ്ട് ഇല്ല. പിന്നെ ഞാൻ ആൺകുട്ടി ഉണ്ടായപ്പോൾ അങ്ങനെ രമേശ് പണിക്കന്മാരടുത്ത് സംശയം പോകുന്ന ഇല്ല. അങ്ങനെ ഒരു സംശയം ഇല്ല. എന്റെ 3 കുട്ടികൾ എന്റെ തന്നെ, അതിൽ വേറെ സംശയമൊന്നുമില്ല. രമേശ് ഭാര്യ ഉപദ്രവിക്കാറുണ്ടോ? ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 തവണയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. ശാരീരികമായിട്ട്? 1-2 തവണയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്ന? അടിക്കോ നിങ്ങള്? ഒരു തവണ ഇത്തിരി നല്ല രീതിയിൽ തന്നെ തല്ലി, അടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം. അപ്പോൾ ഈ 5 മാസമായിട്ട് ഭാര്യ പിണങ്ങി ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം എന്താ? ഉറക്കത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു അയാള്. ഉറക്കത്തിന് ഉറക്കത്തിന് ഞാൻ ഉറങ്ങാൻ സമ്മതിക്കാണ്ട്. അത് ഞങ്ങൾ തമ്മിൽ എന്തോ സംസാരിച്ച് തെറ്റി. അപ്പൊ ഞാൻ 2-3 ഗുളിക എക്സ്ട്രാ എടുത്ത് കഴിച്ചാൽ ഉറങ്ങി. അങ്ങനെയാണ്. ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇയാൾ വിളിച്ച് ഉണർത്തുമ്പോ എനിക്ക് എന്താ പ്രശ്നം വെച്ചപ്പോൾ എനിക്ക് വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും ഗുളിക എടുത്ത് കഴിക്കും, വീണ്ടും ഉറങ്ങും. അപ്പൊ ഈ വിളിച്ചുണർത്തുന്നെന്ന് പറയുന്നത് ഓവർഡോസ് ഗുളിക കഴിച്ചിട്ട് ഒറ്റയടിക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരു പക്ഷേ ഞാൻ വയലന്റ് ആവുമെന്ന് ഞാൻ പേടിക്കുന്നു. ഉറക്കം നഷ്ടപ്പെടുമ്പോ എനിക്ക് വയലൻസ് അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ എത്ര ടാബ്ലറ്റ്സ് കഴിച്ചു അന്നത്തെ രാത്രി? അന്നൊരു 10-25 കഴിച്ചിട്ടുണ്ടാവും. അയ്യോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർക്കാൻ പറ്റുന്നു രമേശിന്, പക്ഷെ സംഭവം ഓർക്കാൻ പറ്റുന്നില്ല. അല്ല, പെട്ടെന്നാണ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഓർമ്മ കുറവുണ്ട്. അത് ഓർമ്മ വന്നുകൊണ്ടിരിക്കും അങ്ങനെ കുറേശ്ശെ അങ്ങനെ വരും. രമേശ് മദ്യപിക്കാറുണ്ടോ? മദ്യപാനം എനിക്ക് ശീലമില്ല. എന്നാലും കുറച്ച് ആൾക്കാർ നിർബന്ധിക്കാറുണ്ട് മദ്യം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ ലിക്കറല്ല, കള്ളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമില്ല, അത് കുറച്ച് കഴിച്ചായിരുന്നു കുറച്ചു കാലം. പിന്നെ ഡോക്ടർ പറഞ്ഞാൽ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് വേറെ ഡൈസൾഫർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് തന്നായിരുന്നു. വലിക്കാറുണ്ടോ? പുകവലിക്കാറുണ്ടോ? സ്മോക്കിംഗ് എപ്പോഴും ഉണ്ട്. ഹാൻഡ്സ് വെക്കാറുണ്ടോ? ഹാൻഡ്സ് ഞാൻ നേരത്തെ വെച്ചിരുന്നു. അങ്ങനെ വിപുലമായിട്ടൊന്നുമില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ട് ഒരു ലേശം മേടിച്ച് വയ്ക്കാറുണ്ട്. കഴിക്കുന്ന മെഡിസിന് യൂസ് ഇല്ല, ഹാൻഡ്സ് വെച്ച്? ഇല്ല, അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങി. ഇത് സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും ഉണ്ടാകുന്നില്ല. രമേശിന്റെ ബന്ധുക്കളൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടാറില്ലേ? അമ്മയും സഹോദരനും ഒക്കെ? സഹോദരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഫോൺ റെക്കോർഡ് ചെയ്തതിന് ശേഷം പറഞ്ഞു എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അയാളത് മൈൻഡ് ചെയ്യാണ്ട് അന്ന് തന്നെ അടുത്ത് തന്നെ ഗൾഫിൽ കയറി പോവുകയാണ് ചെയ്തത്. അപ്പൊ അവരത്ര കാര്യമായിട്ട് അതെടുത്തില്ല? ഇല്ല. അത് കാര്യം ഇല്ലാത്തോണ്ടല്ലയോ? പക്ഷെ എൻ്റെ കാര്യം എനിക്കല്ലേ. കല്യാണത്തിനേക്കാൾ മുമ്പ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, മരുന്ന് കഴിച്ച ഓർമ്മയില്ല. ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഈ രമേശ് വ്യക്തമല്ലാതെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ഒരു റെക്കോർഡിങ്ങിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് മറ്റു രീതിയിലൊരു ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒന്നും ഇതുവരെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഒരു റെക്കോർഡിംഗ് നിങ്ങൾ ചെയ്തു, അതിനകത്ത് അവ്യക്തമായ ചില ശബ്ദങ്ങൾ, നിങ്ങൾക്ക് സംശയം തോന്നുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഡോക്ടേഴ്സും വിവരമുള്ള ഡോക്ടേഴ്സ് എല്ലാവരും അതിനെ അവഗണിച്ചു, പോലീസ് ഓഫീസേഴ്സ് അവഗണിച്ചു, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരൻ, അവരെല്ലാവരും അവഗണിച്ചിരിക്കുന്നു. അവർക്കാർക്കും നിങ്ങളോട് ഒരു വൈരാഗ്യവും ഇല്ല. ഉണ്ടോ? ഈ ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്നവർ അവർ വരുന്ന രോഗികളെ ചികിത്സിക്കാനിരിക്കുന്നവരല്ലേ? അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? നിങ്ങളൊരു കാര്യമായിട്ട് വരുമ്പോൾ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യും എന്ന് പറയാൻ? അപ്പോൾ അതിനകത്തൊന്നും കാര്യങ്ങളില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ? അല്ലേ? അത് രമേശിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അല്ല രമേശ്, റെക്കോർഡിങ്ങിലൊന്നും ഒരു കാര്യമില്ല, രമേശൊന്നും വിഷയാക്കണ്ട, അങ്ങനെയാണോ? ഒരു ഡോക്ടറെ കേൾപ്പിച്ചില്ലേ? ഡോക്ടറെ കേൾപ്പിച്ചില്ല. പോലീസ് ഓഫീസറെ കേൾപ്പിച്ചില്ലേ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഇതുവരെ ആരും കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഭാര്യ ഞാൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്, ഇതൊന്ന് ചെയ്യണമെന്ന് പറയുന്നത്. ആദ്യത്തെ സൈക്കോളജി ഞാൻ പറഞ്ഞില്ലേ, ആള് കേട്ടോ, മുഴുവൻ കേട്ടില്ല. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു, കേട്ടു. കേൾപ്പിച്ചു, അദ്ദേഹത്തെ കേൾപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞേ? അദ്ദേഹമാണ് പറഞ്ഞ ഡൈവോഴ്സ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന്. അപ്പൊ അദ്ദേഹം ഈ ഒരു ജോത്സ്യന്റെ സ്വഭാവവും വക്കീലിന്റെ സ്വഭാവവും എല്ലാം പ്രകടമാക്കി. പിന്നെ കുറെ കഴിഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ സമയത്താണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഈ ഡോക്ടർ വ്യാജനാണെന്ന് അവിടുത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നോട് പറയണ്ടായി. അതുകൊണ്ടാണ് പുള്ളി പ്രേതബാധ ഉണ്ടെന്ന് ആദ്യം പറയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തെ പോലെ വ്യാജ വക്കീലന്മാരെയും ജോത്സ്യരൊക്കെ ആൾ വെച്ചിട്ടുണ്ട്. സൊല്യൂഷൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ ആൾ ഇതാണ്, ഡൈവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ആളെ കാണാൻ പോയിട്ടില്ല. അപ്പൊ ഭാര്യയെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. തീർച്ചയായിട്ടും വിളിക്കാം.